ഒരു 100ന്റെ ആവശ്യമില്ലേ? ഉണ്ടോ? ഇല്ല. എടുത്തിട്ടോ? ഞങ്ങള് ഗ്യാരണ്ടി ആയിട്ട് എന്നെ ഗ്യാരണ്ടി ആയിട്ട് ഇവിടെ നിർത്തിയിട്ട് അവര് പോയി. ഒരു പ്ലാനും ഇല്ല, ഇങ്ങനെ നടക്കുകയാണ്. താമസിക്കാനുള്ള റൂമെല്ലാം ഒരു സ്വീറ്റിനെ കൂടെ കൊണ്ടുവരുന്നവർക്ക് ഒരു സ്വീറ്റ് റൂം, സ്വീറ്റ് ഇല്ലാത്തവർക്ക് ബിറ്റർ റൂം. എത്രയായി? അതെനിക്കറിയില്ല. കോമയും കുത്തൊക്കെ അപ്പറേ എന്നാ ഇത് കഴിച്ചാലോ? ഇതിന് കൂടുതൽ ഇച്ചിരി ബീഫ് റോസ്റ്റ് ഒക്കെ കിട്ടുവാണെങ്കിലേ. ഈ ഷവർമ ഐറ്റം നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് ട്രൈ ചെയ്യുന്നത്. ഹലോ, നെക്സ്റ്റ് സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. കയറാവോ? നമസ്കാരം. തുർക്കിയിലെ ഇസ്താംബൂളിലാണ്. ഇന്നലെ രാത്രി ഇവിടെ എത്തിയതാണ്. ഏകദേശം 1 മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. രാവിലെ എണീറ്റ് പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇന്ന് നടന്ന് കാണണം. ഇസ്താംബൂളിലെ ടക്സിം സ്ക്വയർ എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. രാവിലെ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം തണുപ്പുള്ള സമയത്താണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ. ഇസ്താംബുൾ ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. കാരണം ഇസ്താംബുളിന്റെ പകുതി ഭാഗം യൂറോപ്പിലും പകുതി ഭാഗം ഏഷ്യയിലുമാണ്. അങ്ങനെ 2 ഭൂഖണ്ഡങ്ങളിലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇസ്താംബുൾ. ഞങ്ങളിപ്പോൾ ഉള്ളത് യൂറോപ്യൻ സൈഡിലാണ്. ആദ്യം തന്നെ നമുക്ക് രാവിലെ ഒരു സിം കാർഡ് എടുക്കണം. ശരിക്കും ഇന്നലെ എയർപോർട്ടിൽ വന്നപ്പോൾ ഞങ്ങളൊരു സിം കാർഡ് എടുക്കാൻ നോക്കി. പക്ഷേ ഭയങ്കര റേറ്റ് ആയിരുന്നു. ഇവിടെ ഒരുപാട് സിം കാർഡ് കൊടുക്കുന്ന കടകളൊക്കെ ഉണ്ട്. നമുക്ക് ഒരു കട കയറി നോക്കാം. അങ്ങനെ നടന്ന് ഒരു ഷോപ്പ് കണ്ടെത്തി. തുർക്കിയിലെ ഏറ്റവും വലിയ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികളിലൊന്നായ ടർക്ക്സെല്ലിന്റെ സ്റ്റോറാണിത്. Can we use the hotspot? 20 GB ഒരു പാക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഡേറ്റ മാത്രമുള്ളത്. ഇത് 1050 ടർക്കിഷ് ലിറയാണ്. ഈ സിം അവൈലബിൾ ആണ് കേട്ടോ ടർക്കിയിൽ. നമുക്ക് സിം കാർഡ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഒരു QR കോഡ് കിട്ടും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഡ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ബാലൻസ് ഉണ്ടെന്നൊക്കെ കാണാൻ പറ്റും. പൈസ ഇല്ല. സിമ്മൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴാണ് കൈ പൈസ ഇല്ല. സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ഇവര് പുറത്തു പോയി എന്തൊക്കെയോ കഴിച്ചു. ഞാൻ ഉറങ്ങി. ആ ടൈമിൽ ഇവര് പുറത്തു പോയി കഴിച്ച് പൈസ എല്ലാം തീർത്തു. എത്രയുണ്ട് കയ്യിൽ? എത്രയുണ്ട്? 2000. 2000. ഇവിടെ എത്രയാ വേണ്ട? 2100. ഒരു 100ന്റെ ആവശ്യമില്ലേ? ഉണ്ടോ? ഇല്ല. ആ കോൺഫിഡൻസ് കണ്ടപ്പോ ഞാൻ ഓർത്തപ്പോ 100 എടുത്ത് വെതർന്ന്. എടുത്തിട്ടോ? ഞങ്ങള് ഗ്യാരണ്ടി ആയിട്ട് എന്നെ ഗ്യാരണ്ടി ആയിട്ട് ഇവിടെ നിർത്തിയിട്ട് അവര് പോയി. 4, 6, 8, 10. സിം എടുത്ത് വീണ്ടും സ്ട്രീറ്റിലൂടെ നടത്താൻ തുടങ്ങി. ഈ സിറ്റിയിലെ കാഴ്ചകളൊക്കെ നടന്നു കാണാനാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് ടക്സിം സ്ക്വയറിലെത്തി. മോഡേൺ ഇസ്താംബൂളിന്റെ സെന്ററാണ് ഈ ടക്സിം സ്ക്വയർ. തുർക്കിയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ സ്ക്വയർ. റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ എന്നിവയ്ക്കൊക്കെ പേരുകെട്ട ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഇവിടം. ഇവിടെ കുറെ പ്രാവുകളൊക്കെ ഉണ്ട്. ഈ ടക്സിം സ്ക്വയർ അത്യാവശ്യം വലിയ ഏരിയ കേട്ടോ. ഇവിടെ എപ്പോഴും പോലീസ് ഉണ്ട്, ക്ലീനിങ് നടക്കുന്നുണ്ട്, ട്രാം പോകുന്നുണ്ട് ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ. ഈ ടക്സിം സ്ക്വയറിന്റെ നടുക്കായിട്ട് ഒരു മോണിമെന്റ് ഒക്കെ ഉണ്ട്. അതിന് ചുറ്റും ട്രാം പോകുന്ന റൂട്ടാണ്. ഇവിടുത്തെ പോലീസിന്റെ സ്പെല്ലിങ് കുറച്ച് ഡിഫറെന്റ് ആണ്. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ടാക്സികളാണ്. എല്ലാം മഞ്ഞ കളറിലുള്ള ഒരുപോലെ ഇരിക്കുന്ന ടാക്സികളാണ്. ഇസ്താംബൂള് വെറൈറ്റി ഫുഡുകളുടെ ഒരു സ്ഥലമാണ്. ആളുകൾ ഇവിടെ വരുന്നത് തന്നെ ഫുഡ് കഴിക്കാനാണ്. ഈ തണുപ്പുള്ള രാജ്യത്ത് എവിടെ ചെന്നാലും സ്ഥിരം കാണുന്ന ഒരു ഐറ്റമാണ് ചെസ്നട്ട്. ഇവിടെ ഈ സിമിറ്റിന്റെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇവിടെ ഷവർമയും ഡോണറും അതുപോലെ തന്നെ ഹാംബർഗറിന്റെ ഒക്കെ കടകൾ ഒരുപാടുണ്ട്. ഫുഡിന്റെ ഒരു കലവറയാണ് കേട്ടോ ഇവിടെ. ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഫുഡ് ഒരുപാടുണ്ട്. ഇതെല്ലാം ഇന്ന് കഴിച്ചിട്ടേ പോകുന്നുള്ളൂ. ഒരു ട്രാം വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ട്രാം. അടിപൊളിയല്ലേ? തുർക്കിയിലെ ട്രാം വളരെ ഫേമസ് ആണ്. ഈ റെഡ് ട്രാം ടസ്കിം സ്ക്വയർ മുതൽ ടണൽ വരെ പോകുന്ന ഹിസ്റ്റോറിക്കൽ ട്രാം ആണ്. ഈ ടക്സിം സ്ക്വയറിലേക്ക് ഈ ട്രാം വരുന്ന റൂട്ടും ഫേമസ് ആണ്. ഈ റൂട്ടിന്റെ പേരാണ് ഇസ്തിക്ലാൽ സ്ട്രീറ്റ്. നമുക്ക് ഈ ഇസ്തിക്ലാൽ സ്ട്രീറ്റിൽ കൂടെ നടന്നു നോക്കാം. ശരിക്കും ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഈ സ്ട്രീറ്റിൽ. ഇവിടെ ഒരു ഫേമസ് സ്വീറ്റ് ഷോപ്പ് ഉണ്ട്, ഹാഫിസ് മുസ്തഫ. നമുക്ക് അവിടെ നിന്ന് കയറി നോക്കാം. നമ്മൾ ഏതാ കഴിക്കുക? ബക്ലാവ ഒരെണ്ണം എടുത്തു. ഇനി ടർക്കിഷ് ഡിലൈറ്റ് ഒരെണ്ണം കൂടെ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മള് ക്ലാസിക് ബക്ലാവയും ടർക്കിഷ് ഡിലൈറ്റും വാങ്ങിയിട്ടുണ്ട്. എത്രയായി?
അതെനിക്കറിയില്ല. കോമയും കുത്തൊക്കെ അപ്പുറം ഇപ്പറൊക്കെ മാറി. 300. 77.50. രണ്ട് ചെറിയ ബക്ലാവയും ഒരു ടർക്കിഷ് ഡിലൈറ്റും വാങ്ങി. 377. താങ്ക് യു. ബൈ. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നമുണ്ട്, സ്കിന്നിന്റെ കളറൊക്കെ ഒരു പ്രശ്നമാണ് ഇവിടെ. ഇവിടെ വരുന്നവർക്കെല്ലാം സാമ്പിൾ സ്വീറ്റ് കൊടുക്കും. നമ്മൾ കയറി ചെല്ലുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് കൊടുക്കണ്ട, എന്താണെന്ന് അറിയത്തില്ല. നമുക്കത് സാമ്പിൾ വേണമായിട്ടല്ല, പക്ഷെ ആ സാമ്പിൾ വാങ്ങിയവരെല്ലാം അത് കഴിച്ചിട്ട് അങ്ങ് പോയി, ആരും ഒന്നും മേടിച്ചില്ല. ഇപ്പോഴും നമ്മളിതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ബക്ലാവ കഴിക്കാം. ബക്ലാവ അറിയാമല്ലോ, ടർക്കിയുടെ ഫേമസ് സ്വീറ്റ് ആണ്. അത് ഞങ്ങളുടെയാണ്. ചിലപ്പോഴേ ടേസ്റ്റ് ആണെന്നും പറഞ്ഞ് ഇത് കൂടെ എടുത്ത് കഴിച്ചോളയും. ഇവരുടെ തറവാട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നെയ്യുടെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്, മൊത്തത്തിൽ അടിപൊളിയാണ്. ചെറിയ വർണ്ണ വിവേചനമൊക്കെ കാണിച്ചാലും സംഭവം കൊള്ളാം. ട്രാം പോയി കഴിഞ്ഞപ്പോൾ ട്രാം പോയ വഴി കൂടെ തന്നെ ഒരു ബസ് തോന്നും. അടുത്ത ഐറ്റമാണ് ടർക്കിഷ് ഡിലൈറ്റ്. ഈ കുമ്മായപ്പൊടിയൊക്കെ ഉണ്ടല്ലോ. ഒരു കുമ്മായിപ്പൊടി എനിക്ക് തോന്നി. എടുത്തോ ഒരെണ്ണം. ഇങ്ങോട്ട് തരില്ല. നമ്മുടെ അലുവയൊക്കെ പോലെ ഒരു സാധനം. ഞാൻ ദുബായിൽ നിന്ന് ഇത് കഴിച്ചിട്ടുണ്ട്, നല്ല സാധനമാണ്. പക്ഷെ ഞങ്ങൾ ഇന്നെടുത്ത ഫ്ലേവർ അത്ര അങ്ങോട്ട് ശരിയായില്ല. അങ്ങനെ സ്വീറ്റ് കഴിച്ചിട്ട് വീണ്ടും നമ്മൾ അങ്ങനെ നടക്കുകയാണ് ഇസ്തിക്ലാൽ സ്ട്രീറ്റിലൂടെ. ഇതിന് നേരെ നടുക്കൂടെ കേട്ടോ ട്രാമിൻ്റെ ലൈൻ പോകുന്നത്. ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്, ഒരുപാട് കടകളൊക്കെ ഉണ്ട്. എല്ലാം ടൂറിസ്റ്റിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ചെസ്നട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വഴിയോർത്ത് വേറെ ചെറിയ പെട്ടിക്കടകളിലാക്കി വിൽക്കുന്നു. ഇസ്താംബുൾ ഒരു അടിപൊളി സ്ഥലമാണ്, ഒരു ഹാപ്പനിങ് സിറ്റിയാണ്. ഇസ്താംബുളിൽ വന്നിട്ട് ഇനി സിമിറ്റ് കഴിച്ചില്ല എന്ന് പറയണ്ട. വൺ സിമിറ്റ്. നമ്മുടെ ഉഴുന്നുവടയുടെ ഒക്കെ ഷേപ്പിലുള്ള ഒരു ബ്രെഡാണ്, പക്ഷെ ഇതിന്റെ നടുക്കത്തെ തുള കുറച്ച് വലുതാണ്. കഴിച്ചു നോക്കാം. ഞാനൊരു കടി കടിച്ചോട്ടെ. ഇത് കടിച്ചാണ്ടല്ലോ ചില്ലറ കടിയൊന്നും ആയിരിക്കില്ല, ഇങ്ങനെ ഒരു റൗണ്ട് ആ വഴിക്ക് അങ്ങ് പോകും. ഞങ്ങളെ ഒരു സിമിറ്റ് മേടിച്ചിട്ട് അപ്പറേ ഇപ്പറേ മാറി മാറി നിന്ന് വീഡിയോ എടുക്കുക. ആദ്യത്തെ ഒരാളൊരു വീഡിയോ കഴിഞ്ഞു, എന്നിട്ട് ആ സിമിറ്റ് ഇങ്ങോട്ട് മേടിച്ചു. ഭയങ്കര ഫേമസ് ആണ് ആള്. ഭയങ്കര ദാരിദ്ര്യ അവിടെ വിശപ്പില്ലാഞ്ഞിട്ടാന്നൊക്കെ. അല്ല 20 ലിറേ ഉള്ളൂ ഇതിന്. ഇതിന്റെ ഇത് കണ്ടോ, ഒരു ഇച്ചിരി വലിയൊരു ഓട്ട. എന്നാ ഇത് കഴിച്ചാലോ? പെട്ടെന്നേ എള്ളുണ്ടേ ഓർമ്മ വന്നേ. ഇത് കഴിക്കുമ്പോൾ ഇതിന്റെ പുറത്ത് മുഴുവൻ എള്ളാണ്. അതുകൊണ്ട് നമുക്ക് എള്ളുണ്ടയുടെ ടേസ്റ്റ് ആണ് ആദ്യം വായിലോട്ട് വരുന്നത്. ഇത് തണുത്തു പോയി, ഫോട്ടോയ്ക്ക് എടുത്ത് തണുത്തു പോയി. പക്ഷെ കൊള്ളാം. ഇതിന്റെ കൂട്ടത്തില് ഇച്ചിരി ബീഫ് റോസ്റ്റ് ഒക്കെ കിട്ടുവാണെങ്കിലേ കഴിച്ചോ. അപ്പൊ ഈ ഐറ്റത്തിന്റെ പേര് മറക്കണ്ട, സിമിറ്റ്. ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇവിടെ എല്ലായിടത്തും ഉണ്ട് ഈ സാധനം. അങ്ങനെ ഇസ്താംബൂളിലെ തെരുവുകളിലൂടെ സിമിറ്റൊക്കെ കഴിച്ച് നടക്കുവാണ്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു ഒലക്ക പോലെ ഒരു സാധനം ഇരിപ്പുണ്ടല്ലോ. ഇതും മറ്റൊരു സ്വീറ്റ്സ് കടയാണ്. പെട്ടെന്ന് ക്ലൈമറ്റ് ഒന്ന് ചേഞ്ച് ആയി കേട്ടോ, ചെറിയൊരു മഴയും തണുപ്പും പെട്ടെന്ന് കൂടി വന്നു. സിറ്റിയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും തിരക്ക് ഇനിയും കൂടും. ഫുഡിന്റെ കളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഫുഡുകളാണ് കേട്ടോ. ഗ്രിൽഡ് ഐറ്റംസ്, സ്വീറ്റ്സ്, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഇവിടെയുണ്ട്. എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോഴേ നമുക്കിത് കഴിക്കാൻ ഒരു ടെൻഡൻസി ഒക്കെ തോന്നും. ഓരോ ചോക്സ് അടിച്ചാലോ? അങ്ങനെ ഞങ്ങൾ 2 ലാം ചോപ്സ് വാങ്ങിയിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. നല്ല ജ്യൂസിയാണ്, കഴിച്ചു നോക്കാം. അടിപൊളി കേട്ടോ. ഇതുണ്ടല്ലോ ഒന്നും അധികം വേവിച്ചിട്ടൊന്നുമില്ല, 2-3 മിനിറ്റ് മാത്രമേ വേവിച്ചിട്ടുള്ളൂ. പക്ഷെ ടേസ്റ്റ് ആണോ? ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് കഴിച്ചു നോക്കിയത്. നമ്മുടെ നാട്ടിലെ മറ്റേ ചക്കപ്പഴം, അല്ലെ ചക്ക വറുത്തതും കപ്പ വറുത്തതും ഒക്കെ കഴിക്കുന്നുണ്ട്. ഫ്രഞ്ച് ആ ഒരു ടേസ്റ്റ് ആണ്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ സിദ്ദിഖ്ലാൽ സ്ട്രീറ്റിലേക്ക് അല്ല ഇസ്തിഖ്ലാൽ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നടന്ന് കുറച്ചിങ് എത്തിയപ്പം ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ ഉണ്ട്, കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇതിലൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് എത്താം. നമ്മളിപ്പോൾ നടന്നു വന്ന് ഈ ഇസ്തിഖ്ലാൽ സ്ട്രീറ്റിൻ്റെയൊക്കെ അടിയിൽ കൂടെ മെട്രോ ട്രെയിൻ ഉണ്ട്. ഇവിടെ നമ്മുടെ മസിൽസ് വിൽക്കുന്ന ഒരു കടയുണ്ട്, നമ്മുടെ കല്ലുമുക്കായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കുകയാണ്. ഒരു ട്രാം വരുന്നുണ്ട് പുറകെ. ടർക്കിഷ് ഐസ്ക്രീം, ഫേമസ് ആയിട്ടുള്ള ആളെ പറ്റിക്കുന്ന ടർക്കിഷ് ഐസ്ക്രീം ഇല്ലേ, അതിന്റെ സ്ഥലമാണ് ഇവിടെ. എവിടെ തിരിഞ്ഞാലും ഫുഡും സ്വീറ്റ്സും മാത്രം. വീണ്ടും കാഴ്ചകൾ കണ്ട് സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന ബോസ്ഫറസ് കടലിടുക്കിന്റെ ഇരുവശത്തായിട്ടാണ് ഇസ്താംബുൾ സ്ഥിതി ചെയ്യുന്നത്. പണ്ട് ബൈസാൻഡിയം എന്ന പേരിലൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ നഗരം റോമൻ ഒട്ടോമൻ സാമ്രാജ്യങ്ങളുടെ തലസ്ഥാനമായിരുന്നു. വളരെ വലിയ ചരിത്രമുള്ള ഒരു സ്ഥലമാണിത്. ഈ സ്ട്രീറ്റിൽ കുറെ സംഗീത ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. മെയിൻ റൂട്ടിൽ നിന്നും മാറി അകത്തോട്ടുള്ള ചെറിയ ഇടറോഡാണിത്. എന്നാലും ഇവിടെയും ധാരാളം കടകളുണ്ട്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷേപ്പിലുള്ള കുറച്ച് സ്വീറ്റ്സ്. എല്ലാം നല്ല കളർഫുൾ ഐറ്റംസ് ആണ്. നല്ല ഭംഗിയായി വുഡൻ വീപ്പകളിലാണ് സ്വീറ്റ്സ് എല്ലാം വെച്ചിരിക്കുന്നത്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഗലാട്ട ടവറിന് അടുത്തെത്തി. ഈ ഗലാട്ട ടവറിന്റെ പരിസരം മുഴുവൻ റെസ്റ്റോറൻറ്റുകളും കഫേകളും ഒക്കെയാണ്. 1348 ഗലാട്ട ടവർ നിർമ്മിക്കുന്നത്. പണ്ട് കാലത്ത് ഇത് വാച്ച് ടവറായും ഫയർ ഒബ്സർവേഷൻ ടവറായും പ്രിസണായും ഒക്കെ ഉപയോഗിച്ചിരുന്നു. ഇന്നിത് ടൂറിസത്തിന്റെ ഒരു ഭാഗമാണ്. ഇതിനു മുകളിൽ കയറിയാൽ ഇസ്താംബൂളിന്റെ 360 ഡിഗ്രി വ്യൂ ലഭിക്കും. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ മുകളിൽ കയറാനുള്ള ആ പ്ലാൻ അങ്ങ് മാറ്റിവെച്ചു. പകരം ഇതിന് മുന്നിൽ സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കിട്ടുന്ന ഒരു അടിപൊളി ഷോപ്പുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള ഒരു ഷോപ്പാണ്. അവിടെ കയറി ഒരു ചീസ് കേക്ക് കഴിക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ. ചീസ് കേക്ക് കഴിക്കാനും നല്ല ക്യൂ ഉണ്ട്. പേര് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതും ഗലാട്ട ടവറിന്റെ തൊട്ട് ഫ്രണ്ടില്. അതെ, നേരെ അങ്ങോട്ട് നോക്കിയ ഗലാട്ട ടവറാണ്. തൊടാൻ പറ്റുമോ? ഞങ്ങള് സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കും ബ്ലാക്ക് ടീയും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല, പറയണം. പറയണം? പറഞ്ഞില്ലേ നിങ്ങള്? അവര് വരണ്ടേ? അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞു. അത് ഞാൻ എന്നോട് തന്നെയാ പറഞ്ഞു. അകത്തോട്ടൊക്കെ പോകുന്നുണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഓർഡർ ചെയ്തു. ഞാനതിന് വില നോക്കാൻ പോയപ്പോ ബില്ല് കൊടുത്തോ? കൊടുത്തു. എത്ര രൂപ? 710 ടർക്കിഷ് ലിറ. അപ്പൊ ഞങ്ങള് സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കും ബ്ലാക്ക് ടീ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരും. അങ്ങനെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സാൻ സെബാസ്റ്റ്യൻ ചീസ് കേക്കും കട്ടൻ ചായയും വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഗലാട്ട ടവറിനെ ഫേസ് ചെയ്തിരുന്ന് കഴിക്കാൻ പോവാണ്. അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ലാത്ത സാധനമാണ് ഇത്. ആക്ച്വലി ഗലാട്ട ടവർ നോക്കിയിരുന്ന് കഴിക്കണം എന്നാണ് അതിന്റെ ശാസ്ത്രം. നോക്കിയൊന്നുമില്ല, നമുക്കൊരു ചേസ് കൊടുത്തേക്കാം. അതിന്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കട്ടൻ ചായ. അങ്ങനെ ചീസ് കേക്ക് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത് തപ്പുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പരിപാടി. ഒരു പ്ലാനും ഇല്ല, ഇങ്ങനെ നടക്കുകയാണ്. താമസിക്കാനുള്ള റൂമെല്ലാം ബുക്ക് ചെയ്തിട്ടില്ല. നമുക്ക് കുറച്ചധികം നമ്മുടെ പഴയ ഹോട്ടലിൽ പോകുന്നു, ലഗേജ് എടുക്കുന്നു, തിരിച്ച് ട്രാമോ മെട്രോ കയറി നമ്മൾ അവിടെ പോകും. ഓക്കെ. ഗലാട്ട ബ്രിഡ്ജോ? ഗലാട്ട ബ്രിഡ്ജ് അല്ല, ഹോട്ടലിൽ പോവാം. അവൻ ഗലാട്ട ബ്രിഡ്ജ് കയറുന്നില്ല. പാലത്തിലൊന്നും താല്പര്യമില്ല. അങ്ങനെ ചീസ് കേക്കും കഴിച്ച് വീണ്ടും നടക്കാൻ ഇറങ്ങി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല തിരക്കാണ് കേട്ടോ. ഞങ്ങളെ സോറി മെയിൻ റൂട്ടിൽ നല്ല തിരക്കായതുകൊണ്ട് ഞങ്ങളൊരു ഇടവഴി പിടിച്ചു. പക്ഷെ ഈ ഇടവഴി കാണാൻ ഭയങ്കര രസം കേട്ടോ. ഇവിടെ കുറച്ച് നല്ല സുന്ദരം പൂച്ചകൾ ഇരിപ്പുണ്ട്.
ഇതായിരിക്കുന്നു അടുത്തയാള്. ഇവിടെ എല്ലായിടത്തും പൂച്ചകളെ കാണാം. തെരുവിൽ പൂച്ചകൾക്ക് ഇവിടുത്തെ ഭക്ഷണവും വെള്ളവും ഒക്കെ കൊടുക്കും. വൃത്തി, ദയ, ഹ്യൂമാനിറ്റി എന്നിവയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ജീവിയായിട്ടാണ് ഇവർ പൂച്ചകളെ കാണുന്നത്. ഞങ്ങൾ കയറി കിടന്ന ഈ ഇടവഴി അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ക്രോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സ്കൂട്ടറാണിത്, യമഹ ട്രൈ സിറ്റി. അങ്ങനെ നടന്ന കയറ്റം കയറി നമ്മൾ നേരത്തെ കണ്ട മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തി. ഇവിടുന്ന് ഒരു കാർഡ് എടുക്കണം. മെട്രോയ്ക്കും ബസ്സിനും ട്രാമിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാർഡ് എടുക്കണം. അയ്യോ, ഇത് ഒരുപാട് അണ്ടർഗ്രൗണ്ടാണ് കേട്ടോ. ഈ മെട്രോ സ്റ്റേഷൻ ഭൂമിക്ക് ഒരുപാട് താഴെ കേട്ടോ. ഒരു എസ്കലേറ്റർ ഇറങ്ങി രണ്ടാമത്തെ എസ്കലേറ്റർ കയറിയിട്ട് വീണ്ടും താഴോട്ട് പോവാണ്. മൂന്നാമത്തെ എലിവേറ്ററാണ്. ഈ മെട്രോ സ്റ്റേഷൻ ഒരുപാട് താഴെയാണ്. 3 എലിവേറ്ററെ കയറി താഴേക്ക് ഇറങ്ങണം. 3 എലിവേറ്റർ കയറിയിട്ടും തീർന്നിട്ടില്ല കേട്ടോ. മൂന്നാമത്തെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ഇറങ്ങാനുണ്ട്. നേരെ ഇറങ്ങി ചെല്ലുന്നത് മെട്രോ സ്റ്റേഷന്റെ ഉള്ളിലേക്കാണ്. ഇവിടെ നിന്നുമാണ് കാർഡ് എടുക്കുന്നത്. ഇവിടെയാണ് കാർഡ് കിട്ടുന്നത് അല്ലേ? അങ്ങനെ വന്ന കാര്യം നടന്നില്ല. വന്ന സ്റ്റെപ്പുകൾ മുഴുവൻ വീണ്ടും മുകളിലോട്ട് കയറുവാണ്. അങ്ങനെ ഞങ്ങള് മുകളിലെത്തി. ഇനി ട്രാമിലൊന്ന് കയറാമെന്നാണ് വിചാരിക്കുന്നത്. അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ട്രാം വരുന്നുണ്ട്. കയറാവോ? 3 ടിക്കറ്റ്സ്. ശരി. ആ, എക്സ്ട്രാ ക്ലാസ്. അതെ അങ്ങനെ ഞങ്ങള് ട്രാമിൽ കയറി. ട്രാമിന്റെ മെട്രോയുടെയും കാർഡൊന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ട്രാമിൽ കയറാൻ പറ്റി. പ്രായമുള്ള 2 പേർക്ക് സീറ്റ് കൊടുത്തിയാണ്. ഒരു പ്രായമുള്ള മനുഷ്യത്തെ ഇവിടെ ഇരിക്കുന്നു, വേറൊരു പ്രായമുള്ള തള്ള അവിടെ ഇരിക്കുന്നു. ബ്രേക്ക്, സ്റ്റോപ്പ്. ഇതാണ് ഈ ട്രാമിനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗം. താഴെ കാലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോഴാണ് ആ മണിയടി ശബ്ദം കേൾക്കുന്നത്. ഒരു വെറൈറ്റി ഹോൺ തന്നെ. ആളുകൾക്കിടയിലൂടെയാണ് ട്രാം പോവുക. പക്ഷെ സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ടക്സിം സ്ക്വയറിലേക്ക് എത്തുകയാണ്. അങ്ങനെ നമ്മൾ ടക്സിം സ്ക്വയറിലെത്തി. റാമിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇനി നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ഇസ്താംബുൾ കാർഡ് എടുക്കുക തന്നെയാണ്. ലിൻഡ കാർഡ് എടുക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ കാർഡ് കിട്ടുമെന്നാണ് കരുതുന്നത്. ഇതാണ് നമ്മുടെ ഇസ്താംബുൾ കാർഡ്. ഈ കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബസ്സിലോ ട്രാമിലോ മെട്രോയിലോ അതല്ലെങ്കിൽ ബോട്ടിലോ ഒക്കെ 3 ദിവസത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ട് യാത്ര ചെയ്യാം. ഇനി നമ്മുടെ അടുത്ത പരിപാടി വീണ്ടും ഫുഡ്. നമ്മള് രാവിലെ വന്ന് കൊതി വിട്ടിട്ട് പോയ സ്ഥലത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തി. ഇവിടെ നിന്നാണ് ഇനി കഴിക്കുന്നത്. Burger only chicken? No, meat. Okay. Thank you. ഇതിന്റെ പേര് വെറ്റ് ബർഗർ എന്നാ. ബർഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കഴിക്കുന്ന ടൈപ്പ് ബർഗർ അല്ല. ഇവിടുത്തെ ഇസ്താംബുളിലെ ഒരു സ്പെഷ്യൽ ബർഗറാണിത്. കൊള്ളാം കേട്ടോ. ഇസ്താംബുളിലെ എല്ലാം കൊള്ളാം, ഒന്നും മോശമല്ല. ഇവിടുത്തെ ഫുഡിന്റെ ഒരു കളിയാണ്. ഇസ്താംബുൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ വരണം. ഈ ഫുഡ് കഴിക്കുന്നതും ട്രാം പോകുന്നതും ഒക്കെ ഒരിടത്തോടെ കേട്ടോ. ഈ ഷവർമ ഐറ്റം നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നേരെ പോകുന്നത് ഞങ്ങൾ ഇന്നലെ താമസിച്ച ഹോട്ടലിലേക്കാണ്. രാവിലെ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തിട്ട് ബാഗ് ഹോട്ടലിന്റെ റിസപ്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ബാഗ് എടുക്കണം. ബാഗ് എടുത്തിട്ട് അടുത്ത ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് എത്തി. ബാഗുകളൊക്കെ ഹോട്ടലിൽ വന്ന് കളക്ട് ചെയ്തു. Next station. അങ്ങനെ അവരോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി അടുത്ത ഹോട്ടലിലേക്ക്. നിങ്ങൾ ഇസ്താംബുൾ വരുവാണ് പരമാവധി ടാക്സിയൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ല കേട്ടോ. ഇവിടെ ഭയങ്കര തട്ടിപ്പാണ് ടാക്സിയൊക്കെ. വീണ്ടും ഒരു പൂച്ചസാർ. അടിപൊളി സ്ഥലം. ആ ചെരുവുണ്ടോ, കുന്നിൻ ചെരുവ്. പക്ഷെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റത്തില്ല കേട്ടോ, കുറച്ച് ദൂരെയാണ്. നോക്കട്ടെ, മൊബൈലിൽ സൂം ചെയ്ത് നോക്കട്ടെ. വീടുകളുടെ ഒരു നിര, അതൊരു കുന്നിൻ ചെരുവില്. ഞങ്ങൾ ഇന്നലെ ഇസ്താംബുൾ എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് ബസ്സിനാണ് ഇങ്ങോട്ട് വന്നത്.
ടൂറിസ്റ്റുകൾ സ്റ്റേ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ടക്സിം സ്ക്വയർ. എയർപോർട്ടിൽ നിന്ന് കയറുന്ന ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഈ ടക്സിം സ്ക്വയർ. ഇന്നിനി നമ്മൾ പോകുന്നത് സുൽത്താൻ അഹമ്മദ് എന്ന സ്ഥലത്തേക്കാണ്. ഇസ്താംബുളിൽ തന്നെയുള്ള ചെറിയൊരു സ്ഥലമാണ്. അവിടെയും ടൂറിസ്റ്റുകൾ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങളിങ്ങനെ നടന്നൊരു ബസ് സ്റ്റോപ്പിലെത്തി. ഇവിടുത്തെ ബസ്സൊക്കെ കയറിയിട്ട് വേണം നമ്മൾ സുൽത്താൻ അഹമ്മദിലേക്ക് പോകാൻ. ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റ ബസ് അത് 5:51 ഇപ്പൊ സമയത്ത് 5:35 20 മിനിറ്റോളം ഉണ്ട്. ഓക്കെ, 20 മിനിറ്റ് ലോങ്. 20 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ. ഭയങ്കരമായിട്ട് ദാഹിക്കുന്നതുകൊണ്ട് നമ്മൾ ബസ് സ്റ്റോപ്പിന്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി. 1 ലിറ്ററിന്റെ വെള്ളമാണ്. ഇവിടുത്തെ വെള്ളത്തിന്റെ ബോട്ടിൽ ഉണ്ടോ, നീളം കുറവാണ് പക്ഷെ വണ്ണം കൂടുതലാണ്. സാധാരണ എല്ലാ രാജ്യത്തെയും പോലെ ഇവിടെയും സൂപ്പർ മാർക്കറ്റിൽ ലിക്വറൊക്കെ കിട്ടും, ബിയർ കിട്ടും, ഹോട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ബോട്ടിൽ വെള്ളത്തിന് 17 ലിറ, 2 ദിർഹംസ് അടുത്ത് വരും. അപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ രൂപയിൽ വരുമ്പോൾ ഏകദേശം 40-45-50 രൂപയുടെ അടുത്ത് വരും. അങ്ങനെ നമ്മുടെ ബസ് എത്തി. 70 KY ആണ് ബസ് നമ്പർ. ചാടിക്കറ്. ഞങ്ങളും ഒരു കെട്ട് ബാഗുകളും. ബെൻസിന്റെ ബസ്സൊക്കെയാണിത്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന ബ്രിഡ്ജിന്റെ പേരാണ് ഗലാട്ട ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജ് ഫിഷർമാൻസ് ബ്രിഡ്ജ് എന്നും പറയും. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ നിന്നിട്ട് ആൾക്കാർ അവിടെ ചൂണ്ടയിടുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ എപ്പോഴാണ് കിടന്നത്? ഞാൻ നേരത്തെ എഴുന്നേറ്റു. പക്ഷെ ബ്രോ ഇന്നലെ വലിയ രാത്രിയില് ഒരു രാജ്യത്ത് വന്നിട്ട് കിടന്നുറങ്ങുവാണോ എന്നൊക്കെ ചോദിച്ചു. 1 മണിക്ക്. എന്നിട്ട് 1 മണിക്ക് വലിയ പോയി കേട്ടോ. എന്നിട്ട് 1 മണിക്കൊക്കെ പോയി ഇവർ രണ്ടുപേരും തിരിച്ചു വന്ന എപ്പോഴോ കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. ഞങ്ങള് പുറത്തൊക്കെ പോയി സ്ഥലങ്ങളെല്ലാം കണ്ടു വന്നിട്ട് ബ്രോനെ വിളിച്ചപ്പോഴേ 10 മണിക്ക് പോത്തുപോലെ കിടന്നുറങ്ങാം. ഒരു രാജ്യത്ത് വന്നിട്ട് രാവിലെ എക്സ്പ്ലോർ ചെയ്തതാ. എന്നിട്ട് രാത്രി ഒരു കോളൊക്കെ അടയ്ക്കാൻ പറ്റില്ല. ഞാനിവിടുത്തെ രാത്രി വൈബൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയത്. എന്തൊക്കെ വൈബ് കണ്ട്? അതെ, ഞാനും ഉണ്ടായിരുന്നു, കാർത്തിക് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിലൂടെയൊക്കെ ഇറങ്ങി നടന്ന് രാത്രി 2 മണിക്ക് പോയി ഷവർമയൊക്കെ അടിച്ച് അടിപൊളി ഒരു ഹാപ്പനിങ് സിറ്റിയാണിത്. അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു മെട്രോയിൽ കയറുവാണ്. നെക്സ്റ്റ് സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത്. ഇവിടെ ഹോട്ടൽ അവിടെയാ. ഞങ്ങൾ മെട്രോയിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. പക്ഷെ ഒരു ചെറിയ പ്രശ്നം പറ്റി. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരുന്നു പോകേണ്ടത്. ഇനി അടുത്ത് ഇങ്ങോട്ട് വരുന്ന ട്രെയിനെ കയറി അങ്ങോട്ട് തിരിച്ചിറങ്ങണം. അങ്ങനെ പണി മേടിച്ച് ഞങ്ങൾ ഈ ഒഴിഞ്ഞ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയാണ്. ഇനി 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ച് മെട്രോയേ ഉള്ളൂ. ഞങ്ങൾ അവിടെയുള്ള ഒരു സെക്യൂരിറ്റിയോട് ചോദിച്ചതാണ് ശരിക്കും ഇത് ഞങ്ങൾക്ക് പോകേണ്ട ഡയറക്ഷൻ ഉള്ള ആണോ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു അതെ ഓടിക്കേറിക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ കയറിക്കഴിഞ്ഞ് ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ അടുത്ത ട്രെയിൻ വന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ സ്വന്തം നിലയ്ക്ക് തപ്പി അന്വേഷിച്ചൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ ഇടയ്ക്ക് പറ്റാറുണ്ട്. ഇതൊക്കെ തെറ്റി സംഭവങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊരു പ്രശ്നമില്ല, ഞങ്ങൾ ഇതൊക്കെ ആസ്വദിക്കും. അങ്ങനെ നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനിൽ അവസാനം എത്തി. ഓൺലൈൻ വഴി ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. അത് തപ്പിയാണ് ഞങ്ങളുടെ നടത്തം. മാപ്പ് നോക്കി നടന്ന് ഒടുവിൽ ഞങ്ങൾ ഹോട്ടൽ കണ്ടുപിടിച്ചു. ഇതാണ് ഞങ്ങൾ ഇന്ന് താമസിക്കുന്ന ഹോട്ടൽ. ഹലോ, ഗുഡ്, ഹൗ ആർ യു? Everything is fine. Yeah. One receive your single room as it is to your reservation. Okay. And the second, we are the best room in the hotel, suite room. Okay. കുഞ്ഞു ലിഫ്റ്റാണ്. ഇതിനകത്ത് 3 പേര് കഷ്ടിച്ചാണ് നിൽക്കുന്നത്. ഞാൻ ശ്വാസം വിട്ടാ കാർത്തിക് തെറിച്ചു പോകും. ഇതാണ് നമ്മുടെ റൂം. ഒരു ചെറിയ റൂമാണ് കേട്ടോ. ഇവിടെ ഇസ്താംബൂളിൽ മിക്കവാറും എല്ലാ റൂംസും ചെറുതാണ്. അയ്യോ, നിങ്ങളുടെ റൂം എന്നാ വിശാലമാണ്. ഞങ്ങളുടെ മനസ്സ് പോലെ തന്നെ ബ്രോ. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തോണ്ട് വന്നപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു യൂട്യൂബറാണ്. ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ചാനൽ ഏതാണെന്നൊക്കെ എടുത്ത് നോക്കിയാൽ പുള്ളി നമ്മുടെ കുക്കിംഗ് ചാനലൊക്കെ എടുത്ത് കണ്ടിട്ട് 3.1 മില്യൺ ഐ വിൽ ഗിവ് യു. എന്നിട്ട് പുള്ളി ഒരു സ്വീറ്റ് റൂമും ഒരു സാധാരണ റൂമും തന്നു. ഇവിടെ ഒരു സ്വീറ്റ് റൂമേ ഉള്ളൂ. ആ സ്വീറ്റ് റൂം ഞങ്ങൾക്ക് തന്നു. ഒരു സ്വീറ്റിനെ കൂടെ കൊണ്ടുവരുന്നവർക്ക് ഒരു സ്വീറ്റ് റൂം, സ്വീറ്റ് ഇല്ലാത്തവർക്ക് ബിറ്റർ റൂം. ചിലരൊക്കെ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഒന്നും ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല കേട്ടോ, ചൊളയെണ്ണി കൊടുത്തിട്ട് കിട്ടിയതാണ്. ഒരു റൂമിന് ഒരു ദിവസം 300 ദിർഹത്തിനടുത്താണ്. ഏകദേശം നാട്ടിൽ ഒരു 7000 രൂപയോളം വരും. 7000 രൂപയോളമാണ്. ആട്ടുംകാട്ടം പോലുള്ള റൂമിന് ഞങ്ങൾക്കും അതായിരുന്നു. ബ്രോ വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോ ഞങ്ങൾക്ക് വരം കിട്ടി. അങ്ങനെ റൂമിൽ വന്ന് ബാഗൊക്കെ വെച്ചു. ഇനി ഞങ്ങളൊന്ന് കഴിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. ഇനി ഡിന്നർ കഴിക്കാൻ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം.
അതിനാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. സമയം ഇപ്പോൾ രാത്രി 8 മണി ആയിട്ടുണ്ട്. ഹലോ. ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടിപ്പുറത്താണ് ഒരുപാട് റെസ്റ്റോറന്റുകളൊക്കെ ഉള്ള ഈ പൊളപ്പൻ സ്ഥലം. അങ്ങനെ നടന്ന് നല്ല ഭംഗിയുള്ളൊരു സ്ട്രീറ്റിലാണ് എത്തിയത്. ഫുൾ ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല രസമായിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇവിടെ നടുക്കൊരു ഫൗണ്ടർ ഉണ്ട്. ഈ ഫൗണ്ടറിന് ചുറ്റുമായിട്ട് ഒരു റൗണ്ട് അബൌട്ടാണിത്. ഈ റൗണ്ട് അബൌട്ടിലേക്ക് 6 റോഡുകളാണ് വന്നു ചേരുന്നത്. ഈ 6 റോഡുകളിലും നിറച്ച് റെസ്റ്റോറന്റുകളാണ്. ഇവിടെ എല്ലാ റെസ്റ്റോറന്റിന്റെയും ഫ്രണ്ടില് മെനു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മെനു ഒക്കെ നോക്കി ഇഷ്ടപ്പെട്ട അവിടെ കയറിയാൽ മതി. ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകൾ ഇവിടെയുണ്ട്. റെസ്റ്റോറൻറ്റുകൾക്ക് മുന്നിലെല്ലാം ഒരുപാട് ചെയറുകൾ ഇട്ടിട്ടുമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ റെസ്റ്റോറന്റിൽ കയറി. ഒളിമ്പിയാത്ത് എന്നാണ് ഇതിന്റെ പേര്. ഞങ്ങൾ ഇവിടുത്തെ ഒരു ലോക്കൽ ഡ്രിങ്ക് മേടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നാടൻ വാറ്റാണിത്. വെള്ളം ഒഴിച്ചപ്പോ ഇത് കളർ മാറി കേട്ടോ. ശരിക്കും ഇതൊരു ചാരായം കാറ്റഗറിയിലൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് ഇതിന് കളറില്ല. പക്ഷെ ഇതിന്റെ അത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കഞ്ഞിവെള്ളം പോലെ വെള്ള കളറായി. ഗൈസ്, അപ്പൊ ചിയേഴ്സ്. ഒരു ജീരകത്തിന്റെ ടേസ്റ്റ്. ജീരകവെള്ളം വല്ലതും ആണോ? ഇത് നമ്മുടെ 2 കള്ളുണ്ട്, ആബ്സെന്റും റിക്കാർഡ് എന്ന് പറഞ്ഞിട്ട് 2 കള്ള് ഈ വയലിൽ കിട്ടണ അതേ സെയിം ടേസ്റ്റാ. കൃത്യമായിട്ട് പറഞ്ഞു. ഇല്ലാത്തോണ്ട് നമ്മള് ജീരക വെള്ളം കഞ്ഞി വെള്ളം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു മട്ടന്റെ കാലാണ്. ഇതിന്റെ പേരാണ് ലാം ഷാങ്ക്. ഇത് മറ്റൊരു ഐറ്റം കുടമൊക്കെ പൊട്ടിച്ചൊന്നാണ്. കുടം പൊട്ടിച്ചത് എന്നല്ല ഇതിന്റെ പേര്. ഇത് പോട്ട് മീറ്റ് എന്നാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ കുടം പൊട്ടിച്ചൊന്ന് കഴിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി നേരെ ഹോട്ടലിലേക്കാണ്. തുർക്കിയിലെ മറ്റു കാഴ്ചകളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.